Grand Bazaar, opposite petrol pump, near bus stand, Tirur. തലക്കെടുത്തൂർ മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ ദേശവിളക്ക് മഹോത്സവം നാടിന്റെ ഉത്സവമായി മാറി. പാണക്കാട് സെയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, തിരു സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോസ് മണ്ണഞ്ചേരി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഒളകര സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ശിഷ്യന്മാരായിരുന്നു വിളക്കിന് നേതൃത്വം നൽകിയത്. തലക്കെടുത്തൂർ മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വം സംഘടിപ്പിച്ച അയ്യപ്പൻ വിളക്ക് നാടിന്റെ ഉത്സവമായി മാറി. പാണക്കാട് സെയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, തിരു സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോസ് മണ്ണഞ്ചേരി തുടങ്ങിയവർ മുഖ്യാതിഥികളായി എത്തി. ഒളകര സുബ്രഹ്മണ്യ സ്വാമിയുടെ ശിഷ്യന്മാരായിരുന്നു വിളക്കിന് നേതൃത്വം നൽകിയത്. ചെണ്ടവാദ്യത്തിൽ വെളിമുക്ക് ശ്രീധരൻ ആൻഡ് പാർട്ടി നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ നിരവധി പേരാണ് പങ്കാളികളായത്. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണിതെന്നും ഇത്തരം കൂട്ടായ്മകളാണ് നാടിന് ആവശ്യമെന്നും പാണക്കാട് സെയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തലക്കെടുത്തൂരിലെ വിഷ്ണു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അയ്യപ്പ വിളക്കിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു മതസൗഹാർദ്ദ ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. വളരെ നല്ല രീതിയിൽ എല്ലാ മതവിഭാഗങ്ങളും ഇത്തരം ചടങ്ങുമായി ബന്ധപ്പെട്ട് വളരെ സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി വർഷങ്ങളായി നടന്നു വരുന്ന ചടങ്ങാണിത്. അപ്പോൾ ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇത്തരം സൗഹാർദ്ദ ചടങ്ങുകൾ എല്ലാ നാടുകളിലും നടക്കേണ്ടത് അനിവാര്യവുമാണ്. ഇത്തരം പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്ന ആ സൗഹൃദം എക്കാലത്തും നിലനിന്ന് മുന്നോട്ട് പോകേണ്ടതും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകേണ്ടതും അനിവാര്യവുമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്ന് സൗഹൃദം പങ്കിടുന്ന കാഴ്ച മനസ്സിന് സന്തോഷം നൽകുന്നതാണെന്ന് തിരു സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോസ് മണ്ണഞ്ചേരിയും അഭിപ്രായപ്പെട്ടു. മതങ്ങൾ തമ്മിൽ അകൽച്ച പാലിക്കുന്ന ഒരു കാലത്ത് എല്ലാ മതക്കാർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഭക്ഷണത്തിൽ ഒരുമിക്കുമ്പോഴാണ് ബാക്കി ബന്ധങ്ങളിലും എല്ലാവരും ഒരുമിക്കുന്നത്. ഇപ്പം അതിനൊരു അവസരമുണ്ടാക്കിയ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെയും ഇത് സംഘടിപ്പിച്ചവരെയും സഹകരിക്കുന്നവരെയൊക്കെ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഇത്തരം സംഭവങ്ങൾ തുടർന്നും മേലിലും ഉണ്ടാകണമെന്നുള്ള ആശംസയോടുകൂടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വർഷങ്ങളായി നടത്തിവരാറുള്ള ചടങ്ങാണിതെന്നും എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് ചടങ്ങുകൾ നടത്താറുള്ളതെന്നും ക്ഷേത്ര ഭാരവാഹികളും പറഞ്ഞു. ഞങ്ങൾ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരുന്ന പരിപാടിയായിരുന്നു. കുറച്ചു കാലം ഞങ്ങൾക്ക് നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് നടത്തി പോവുകയാണ്. ഇനി ഇതേപോലെ തന്നെ മതസൗഹാർദ്ദമായിട്ട് എല്ലാവരും മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം മുതൽ ഞങ്ങളുടെ കാരണവന്മാർ നടത്തി പോന്നിരുന്ന ഒരു ഉത്സവമായിരുന്നു ഈ അയ്യപ്പൻ വിളക്ക്. അന്ന് മുതൽ തന്നെ ഒരു മതസൗഹാർദ്ദമായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ആരംഭിച്ച് ഏകദേശം 26 വർഷത്തോളം തുടർച്ചയായിട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നില്ല. പിന്നീട് കുറച്ച് സമയം അതിനൊരു വിഘ്നം സംഭവിച്ചു. വീണ്ടും ഞങ്ങൾ ഇപ്പോൾ ഒരു 2-3 വർഷത്തോളമായിട്ട് വീണ്ടും ഞങ്ങൾ തുടർച്ചയായിട്ട് ആ ഒരു പഴയ ഞങ്ങളുടെ കാരണന്മാർ കാണിച്ചു തന്ന വഴിയിലൂടെ ആ ഒരു മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെ ഒന്നിച്ച് കൂട്ടിയിണക്കിക്കൊണ്ട് ഞങ്ങൾ ഈ ഒരു അയ്യപ്പൻ വിളക്ക് മഹോത്സവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തുടർന്നും ഇതുപോലുള്ള ആ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, ചെറിയമണ്ണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന കല്ലേരി, വൈസ് പ്രസിഡന്റ് PT നാസർ, DCC വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി തുടങ്ങി നിരവധി പേർ ക്ഷേത്രത്തിൽ നടന്ന സമൂഹ സദ്യയിൽ പങ്കാളികളായി. കൂടാതെ ചെറിയമണ്ണം BRCയിലെ ഭിന്നശേഷി കുട്ടികളും ഭാരവാഹികളും അതിഥികളായി എത്തി. പൊട്ടഞ്ചേരി രവി, പുല്ലൂണിക്കാട്ട് വേലായുധൻ എന്ന കുഞ്ഞോൻ, ചൊടലക്കൽ ഗംഗാധരൻ, വരിക്കലായിപ്പറമ്പിൽ പ്രസാദ്, മുത്തേടത്ത് സുഭാഷ, കാന്തോളി സുന്ദരൻ, വൈരാപ്പറമ്പിൽ രാഹുൽ, ചൊടലക്കൽ മോഹനൻ, അമ്മേങ്കര പ്രദീപ്, ചൊടലക്കൽ സുനി തുടങ്ങിയവർ നേതൃത്വം നൽകി.